അല്ലെങ്കിൽ ചില പെണ്ണുങ്ങൾ ഷാപ്പൊക്കെ ഉഷാറ് എത്തിയുടെ കൈ, അബ്ബന്റെ എത്താത്ത കൈ, ഉമ്മന്റെ എത്തിയുടെ കൈ, ഷാപ്പ തൊട്ടതുക്കും പിടിച്ചതുക്കും ഷാപ്പമേ അല്ലേ. ചെല്ലു വോൾട്ടേജ് കമ്മിയായെങ്കിൽ ഹലാക്കിന്റെ കറണ്ട് ഇടിഞ്ഞിട്ട് പോവോ? പോയോ? ജ്യൂസ് അറിഞ്ഞുകൊണ്ടുണ്ടായി, സ്വിച്ച് ഓഫ് ആയെങ്കിൽ ഹലാക്കിന്റെ ജ്യൂസ് ബന്ധായിട്ട് പോവോ? അപ്പത് അയാളോടൊന്ന് വിളിച്ച്, അയാൾ ആര്? മാപ്പിള മാബോബമാ. ഇതടി എന്തേ ഷാവ് നീ എന്തല്ല കുറച്ചോണ്ടിക്കോ, കുറക്കാണ്ട് പോവോ? ആ കിളവകും വെട്ടല്ല ഷാപ്പ, പുളി ഷാപ്പ. അങ്ങനെ ലാസ്റ്റ് നോക്കുമ്പോഴത്തേക്ക് എതിരിൽ ജാലില് ഇളയനും മൂത്തോണും കളിച്ചോണ്ടിരുന്നാർ. ആര് ഇളയനും മൂത്തോണും? ആര്? നന്റെ മക്കല്ല, ഐമറ മക്ക, ആ ഉമ്മന്റെ മക്ക, സ്വന്തം മക്ക. ഇളയ അബ്ബാസ്, മൂത്തോൻ ഔഫൽ. അബ്ബാസ് അല്ല, അവന്റെ നോക്കണ്ട. രണ്ടാട് കളിച്ചോ. ഈ ഇളയ മൂത്തോൻ കളിക്കുമ്പോ ഒരു വിഷയം എന്തുണ്ട് എനിക്ക്? മൂത്തോണിക്ക് എപ്പോഴും ബാറ്റിംഗ്, ഓ കിയാമന്നാളോളം ഔട്ടാവില്ല അല്ലെ. നിങ്ങൾ നോക്കിറാറാ ഹാണ്ട് ബോളും ഇളയങ്കട അവക്ക് ബൗളിങ്ങും ഫീൽഡിങ്ങും വൺലി അല്ലേ. മുണ്ടല്ലേ ഏടോ അങ്ങനെ ഭയങ്കര എല്ലാരും അങ്ങനെ. ഇളയ ബോൾ ഇട്ടിട്ട് തീരവില്ല, ഇയാൾ ഔട്ടായിട്ട് പോകില്ല. ഇത് കളിച്ചിട്ട് ഈ കിടാവ് ബോൾ ഇട്ടിട്ട് ഫീൽഡിങ് ആക്കിയിട്ട് വാങ്ങിട്ട് നപ്പാസ് പോയിട്ടാകുമ്പോ ബിപി ചൂടായി. ബോൾ എടുത്തിട്ട് ബാറ്റ് കൊല്ല, വിക്കറ്റ് കൊല്ല, അവന്റെ പതപ്പിക വെച്ച മൂത്തമല്ലേ കയ്യിൽ ബാറ്റ് വീണിട്ട് മിഡിൽ സ്റ്റംപ് പോയിട്ട് എടുത്തിട്ട് ഊരിയ ഒന്ന് കൊടുത്ത. ഇനി പാടെ കൊടുക്കുവാണെങ്കിൽ പായല്ല, കാരണം ഇളയം കിടാവും. ഒരു ടൈമിൽ BP വന്ന് ചൂടായി തച്ച, ഇനി റിട്ടേൺ അടിച്ചെങ്കിൽ പൊടിയാവും. അപ്പൊ ഓൻ്റെ ഒരു കെണി ഉണ്ടായ ടൈമിൽ എന്തിനു വന്നിട്ടുണ്ടാ സൗണ്ട് വോളിയം കൂട്ടിയിട്ട് ഒരു 6 ബായി. ഉമ്മക്ക് കേൾക്കുമ്പോ കൽബ് കത്തല്ലേ, അയിമ പാഞ്ഞോണ്ട് പോവാ. എന്തായാലും ഇത് എത്ര കുറെ നേരമല്ലേ നിന്റെ ചാവും രണ്ടാള് എന്താ ഇങ്ങനെ ചൊല്ലുമ്പോഴത്തേക്കോ അയിമ എടുത്ത വായിക്ക് ചെന്ന് ഉത്തരം തുറന്നിട്ടുണ്ടാ. ആ മൂത്തോ കിടാവെന്ന് നോക്കിയിട്ട് നിന്റെ കൈ പൊളിഞ്ഞിട്ട് പോവോ? സംഗതി ഞങ്ങൾക്കത് സിമ്പിളായ വാക്കാണെങ്കിലും അതിന്റെ ഭവിഷ്യത്ത് ഗുരുതരമാണ്, അത് വലിയ ശാപമാണ്. ഉമ്മ നിന്റെ നാവിന് അടതടയില്ല. നിന്റെ നാവ് ചെല്ല് പോലെ മക്കൾക്കെതിരെ അബ്ബ ഉമ്മ എന്ത് ചെല്ല് പോലെ. അതിന് അബ്ബ ഔലിയാണോ ഉമ്മ ഹോജരാജാവാണോന്നില്ല. അബ്ബ ആരായെങ്കിലും അബ്ബ ഉമ്മ ആരായെങ്കിലും ഔലി എന്നാണോന്നൊന്നുമില്ല. അല്ല മൈക്കലല്ല, പണ്ടത്തെ പോലെ ഒന്നുമല്ല. ജാഗ്രത ആക്കിയെന്നല്ലേ അല്ലേ. പേടിച്ചിട്ടല്ല, ജാഗ്രത പോലും വേണേ. ഏതുവാട്ടെ ഞങ്ങളെ മക്ക മാഷാ അല്ലാഹ്, ഞങ്ങളെ നല്ല കിടാക്ക. അല്ലാഹു അവരെ ബർക്കത്തുകൊണ്ട് ഞങ്ങളെ നന്നാക്കട്ടെ. സ്വാലിഹീങ്ങളായ മക്കളെ അല്ലാഹു ധാരാളം നൽകട്ടെ. ഈ മക്കളാണ് നാളെ ആഖിറത്തിലേക്കുള്ളത്. മരണപ്പെട്ടു പോയാലും അവരെന്നെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞല്ലോ, ഈ കിടാക്കളാ നാളെ ഉള്ള നാട്ടുകാർ വരല ഇല്ല. അവർ വരോ നിന്റെ മയ്യത്ത് തായ് ഖബറിൽ വെച്ചിട്ട് മൂടുന്നത് വരെ കല്ലിട്ടിട്ട് സ്ലാബ് ഇട്ടിട്ട് മണ്ണിട്ടിട്ട് മൂടിയിട്ട് അവർ അങ്ങനെ പോകുമ്പോ നാട്ടുകാർ കൊട്ടും വിക്കാസും ചട്ടിയും കൊട്ടും പിടിച്ചിട്ട് പോകുമ്പോ സുബ്ഹാനല്ലാഹ്, അവിടെ നിനക്കായി കാത്തിരിക്കുന്നത് 3 ആള് മാത്രമാണ്. ഒന്ന് നിന്റെ കിടാവോ, നിന്റെ നല്ല കിടാവോ, അതവും കുരുത്തും പഠിപ്പിച്ച നിന്റെ കിടാവോ, ഓത്തും ബൈത്തും പഠിപ്പിച്ച നിന്റെ കിടാവോ, നിസ്കാരം നിലപാടുള്ള നിന്റെ കിടാവോ. എല്ലാ കിടാവും നിക്കല. വവലദുൻ സ്വാലിഹാൻ നിക്ക് 6 മക്കളുണ്ടോ, 6 മക്കളും അവിടെ വന്നിട്ട് നിക്കല. വവലദുൻ 6 മക്കളുണ്ടെങ്കിൽ 8 മക്കളുണ്ടെങ്കിൽ അവിടെ വന്നിട്ട് നിനക്ക് ദുആ ഇറക്കുന്നത്, ഉമ്മ അസ്സലാമു അലൈക്കും, ഉമ്മ അസ്സലാമു അലൈക്കും, ബാപ്പ അസ്സലാമു അലൈക്കും, ഉമ്മ പടച്ചോനാ എന്റെ ഉമ്മാനെ കാക്കല്ല, എന്റെ വാപ്പാക്ക് പൊറുക്കല്ല എന്ന് ദുആ ഇറക്കുന്നത് 6 മക്കളല്ല, വവലദുൻ സ്വാലിഹുൻ സ്വാലിഹായ മക്ക മാത്രം.